എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. 4 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് 4 മീഡിയം വലുപ്പമുള്ള സവാളയാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായി ബ്രൗൺ കളർ ആയ ശേഷം നമ്മൾക്കിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം ഒരു ചെറിയ തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായി വഴറ്റണം. 1 കിലോ ചിക്കനാണ് നമ്മളിവിടെ കറി വയ്ക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. തക്കാളി നന്നായി വഴണ്ടി വന്ന ശേഷമാണ് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. മസാല ചേർത്ത ശേഷമാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. മസാലേൻ്റെ ഒരു പച്ചമണം മാറിയ ശേഷം ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുന്നത് അതിൻ്റെ ഗ്രേവി ഒരു തിക്ക് പരുവാകാൻ വേണ്ടിയിട്ടാണ്. 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ ജീരകപ്പൊടി, 3/4 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലപ്പൊടി കരിയാൻ പാടില്ല, ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. ചിക്കനിൽ നന്നായി മസാല പിടിക്കുന്നത് വരെ നന്നായി ഒന്ന് മസാലയൊക്കെ പിടിപ്പിച്ച് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കിയ ശേഷം ഇതൊരു 10 മിനിറ്റ് വെള്ളമില്ലാണ്ട് അടച്ച് വെച്ച് വേവിക്കണം. 10 മിനിറ്റ് വെള്ളമില്ലാണ്ട് വേവിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിൽ മസാലകളെല്ലാം പിടിച്ച് കിട്ടാനാണ്. വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് മസാല പിടിക്കില്ല. നമുക്കിത് 10 മിനിറ്റ് അടച്ച് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ അറിയാം അതിൽ നന്നായി മസാലയെല്ലാം പിടിച്ചത്. നല്ല ടേസ്റ്റി ആയിരിക്കും. പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കും ഈ കറിയിൽ. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം, ചിക്കൻ്റെ മേലെ വെള്ളം നിന്നാൽ മതി, കാരണം അത് അടച്ച് വെച്ചപ്പോൾ തന്നെ അതിലൊരു പകുതി വേവോളം ആയിട്ടുണ്ടാവും. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക. അതാ കറി നന്നായി വെന്ത് ഗ്രേവി പരുവമായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.